എനിക്ക് ഇറച്ചി വേണം. കാട്ടുപന്നിയുടെ ഇറച്ചി. കിടക്കാറാവുമ്പോ അടുക്കള വാതിൽ അടക്കണം. നല്ല തണുപ്പുണ്ടോ? ഇതുകൊണ്ട് പൊതിച്ചോളൂ. അപ്പോൾ കിടക്കാറായില്ലേ വേണോ? കുടിക്കാത്തിരി വെള്ളം എടുത്തോളൂ. അവിടെ വെച്ചോളൂ. ആ ചെക്കൻ സ്റ്റോർ മുറി കിടക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഉറങ്ങിക്കോളൂ. ഓപ്പോളും എടുക്കണില്ലേ? ഇപ്പൊ വരാം, നീ ഉറങ്ങിക്കോ. അടുക്കളയിൽ പാത്രം കഴുകിയിട്ട് വരാം. വേഗം വരുവോ? ഉറങ്ങിക്കോ. വാതിലടച്ചേക്കൂ. ആർമിയിലാവുമ്പോ ഞങ്ങൾ കോട്ടയം റമ്മ് ഇത് ഞാൻ തന്നെ പറഞ്ഞ് വാറ്റിച്ച സാധന. തണുപ്പിന് നല്ലതാ. തേനും കൂട്ടി ഒരു ഔൺസ് അടിക്കണോ? ഇപ്പോഴത്തെ ബുദ്ധിമുട്ടൊന്നും സാരില്ല. 2 കൊല്ലം ഞാനിത് ബംഗ്ലാവാക്കും. നാണാവുന്നു. ഓ ലക്ഷാർച്ചന പൂജ നടന്നതറിഞ്ഞില്ല. പുഷ്പാർച്ചനയുടെ തിരക്കുമൂലം ലക്ഷാർച്ചന പൂജ നടന്നതറിഞ്ഞില്ല. പുഷ്പാർച്ചനയുടെ തിരക്കുമൂലം പ്രേമ പുഷ്പാർച്ചനയുടെ തിരക്കുമൂലം അവിവേകി പെണ്ണിന്റെ അപരാധമോ സാക്ഷാൽ
അയ്യോ അപ്പോ എടുക്കട്ടെ. ഒപ്പോലെ ഒപ്പോലെ വാതിൽ തുറക്കൂ ഒപ്പോലെ എനിക്ക് പേടിയാണ് ഒപ്പോലെ 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 എനിക്ക് പേടിയാണ് ഒപ്പോലെ വാതിൽ തുറക്കൂ ഒപ്പോലെ 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 എനിക്ക് പേടിയാണ് ഒപ്പോലെ എന്നെ പുലി പിടിക്കാൻ വന്നു ഒപ്പോലെ ഒപ്പോലെ എവിടേക്ക് എന്നെ വിട്ടിട്ട് പോയത് അപ്പു സ്വപ്നം കണ്ടതോ ഒപ്പോലെ ഇവിടെ ഇല്ലേ എന്തിനാ പേടിക്കുന്നത് ഏ ഇവൻ താഴെ പായ വിരിച്ച് കിടന്നോട്ടെ ഒറ്റയ്ക്ക് കിടന്ന ശീലമില്ല അതൊരു ശീലാക്കണ്ട. ആകണം. എന്താ ഉച്ചക്ക് കഞ്ഞി മതി. അവറ്റയും കൊടുക്കണ്ടേ? ചെക്കനെവിടെ? അപ്പു പുറത്ത് കളിച്ചു നടക്കൂ. നീ ഉണ്ടോ? പിന്നെ മതി. കൊച്ചാമ്പ്രാട്ടി വന്നപ്പോഴേ ഏത് ചോറ് കിട്ടിയാള്. എളാമ്പ്രാട്ടി നല്ല മുത്ത മണി പോലുള്ള. മാളുവോ? ഓ ചില്ലാൻ അവിടെ ഉണ്ട്. ഉപ്പോ മുളകോ അടുക്കളയിലേക്ക് എന്താ വേണ്ട വെച്ചാൽ നമ്പി വിട്ട് വാങ്ങിച്ചോ. പിന്നെ കൃത്യം കണക്ക് നോക്കണം. ചെക്കന്മാർ അളവ് കുറച്ചുമായി കാശ് വെക്കും. കൈ ഉടുക്കി. ഞാൻ പോണു. നിക്കൂ, അവര് കഴിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കൂ. വയ്യാത്തടുത്ത് ഇനി കൈ ഇളക്കി പണിയെടുക്കണ്ട. കൂടെ പണിയെടുത്തില്ലെങ്കിൽ മേലെ ഇറങ്ങാണ്ട് അവറ്റ തട്ടിമുട്ടി നിൽക്കും. സാരില്ല. എന്റെ തുണക്കാരൻ ചെക്കൻ തിരിയാനും അറിയാനും സമ്മതിക്കില്ല. കാപ്പി.
ജോസഫോ ആ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്നാ വിശേഷമാ? എന്നാ കപ്പ നേടുന്നേ? ഏരിപ്പണി കഴിയട്ടെ. പന്നിയുടെ ശല്യം ഉണ്ടോ? ഇല്ല. എന്നാലും പെണ്ണുകെട്ടി വന്നപ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് ക്ഷണിക്കാതെ മോശമായി കേട്ടോ. അതിനുള്ള സൗകര്യം ആയിട്ടില്ല ജോസഫേ നമ്മുടെ വീട്ടില്. കുറച്ച് കഴിയട്ടെ, വിളിക്കും. എന്നാ ഭാര്യയും കൂട്ടി എന്റെ വീട്ടിലോട്ട് വാ. ഞങ്ങളുടെ വക ഒരു സദ്യ തരാം. എന്റെ ഭാര്യയുണ്ട്, ഔസേപ്പച്ചന്റെ ഭാര്യ പെമ്മക്കള് തൊട്ട് അപ്പുറത്തുണ്ട്. കാട്ടുമുക്കിൽ ഒറ്റ കഴിയുമ്പോ അവർക്കൊരു കമ്പനി വേണ്ടായോ? അവൾക്ക് അവിടെ ധാരാളം പണിയുണ്ട്. ഞാൻ വരട്ടെ. ആ അങ്ങനെയാട്ടെ. കമ്പനി കൂടാൻ കണ്ട ഒരാളെ അതിന് കുറച്ച് നേരാവും. ചെക്കന് കളിക്കാൻ തോക്കല്ലാതെ മറ്റൊന്നും കണ്ടില്ലേ? എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്കറിയില്ല. ചവിട്ടി എല്ലും മുഴുവനായി നോക്കും. റാസ്കൽ. ഈ ചെക്കനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. തോക്കെടുത്തിട്ടാ കളി. കള്ളയില്ലാത്ത കുട്ടി അയച്ചിട്ട് അധികം ലാളിക്കരുത്. നാളെ തന്നെ കൊണ്ടുപോയി വീട്ടിലാക്കാം. കാലത്ത് പുറപ്പെടാം. നാളെ തന്നെ പൊക്കളെ. ഓ നാളെ പോവാൻ പറ്റില്ലല്ലോ. നാളെ നോക്കുന്ന ആള് വരും. മറ്റന്നാളാവാം. എന്നെ ആരും ലാളിച്ചിട്ടില്ല. 2ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. അച്ഛൻ വേറെ കല്യാണവും കഴിച്ചു. ഇളയമ്മ തരം കിട്ടുമ്പോഴൊക്കെ എന്നെ തല്ലും. അവരുടെ കുട്ടിയേക്ക് ചോറ്, എനിക്ക് കഞ്ഞിയുടെ വെള്ളം. 8ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ കള്ളവണ്ടി കയറി. 10 ഏക്കർ മണ്ണുണ്ട്. കൈത്തണ്ടയ്ക്ക് നല്ല ബലവും. എന്നെ ലാളിച്ച് വഷളാക്കിയിരുന്നെങ്കിൽ ഞാൻ പട്ടാളത്തിലും പോവില്ല, ലോകവും കാണില്ല. കഷ്ടപ്പെട്ടവരെ നന്നാവൂ. 2 കൊല്ലം കഴിയട്ടെ, നീ നോക്കിക്കോ. അപ്പ കാണാം നമ്മുടെ എസ്റ്റേറ്റിന്റെ പവർ. അല്ല, നിന്റെ ജോലി കഴിഞ്ഞില്ലേ? ഞാനതപ്പോ വരാം. എന്നാ വാ.